ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രമെന്നല്ല ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത്. ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ എടുക്കാൻ വരുന്ന ആളിന് സിനിമയെപ്പറ്റി എന്തെങ്കിലും അറിയാവുമെന്ന് പരിശോധിക്കണം. അതേത് ചുമ്മാ വെറുതെ വഴിയാടുന്ന പോലെ ഇപ്പം മൊബൈലിൽ ഇപ്പം 10 വയസ്സുള്ള കുട്ടി മൊബൈലിൽ ഷൂട്ട് ചെയ്യും. അത് സിനിമയാണോ? ഇത് കളിയാണോ? ഒരു ക്യാമറ ഒരു കളിപ്പാട്ടമല്ല. അപ്പോൾ സിനിമയെക്കുറിച്ച് അറിവുള്ള ആളുകളായിരിക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പഠിപ്പിക്കണം അവരെ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ദളിത് കാരെ ചെറുതാക്കി അല്ലെങ്കിൽ സ്ത്രീകളെ ചെറുതാക്കി എവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അടൂർ പറഞ്ഞത് ദളിതരും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളും സ്ത്രീകൾക്കും പ്രത്യേക പരിശീലനം നൽകണമെന്ന് മാത്രമാണ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്നല്ല അടൂർ അന്ന് പ്രസംഗിച്ചത്. അത് നിങ്ങൾ വരികൾക്കിടയിൽ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു വ്യക്തി സിനിമാ രംഗത്ത് അങ്ങനെ വളരെ വലിയ ആളാണ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് ജെ.സി. ഡാനിൽ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരാരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്, മര്യാദയോടാണ്. പക്ഷെ എത്ര വലിയ ആളാണെങ്കിലും എന്തും പറയാമെന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് പറഞ്ഞത്? പഠിപ്പിക്കണം പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ പറയുന്ന അർത്ഥമില്ല. നിങ്ങൾ പറയുന്നത് ചുമ്മാ ഒരു നിങ്ങൾ വൺ സൈഡായിട്ട് സംസാരിക്കുക, ഒരു ഏകപക്ഷീയമായി സംസാരിക്കുകയാണ്. അതായത് വ്യക്തമായ സ്ക്രീനിങ് നടത്തിയതിനു ശേഷമാണ് ഈ പണം അനുവദിക്കുന്നത്. 4 ഘട്ട സ്ക്രീനിങ്ങുകൾ നടത്തിയിട്ടാണ് സ്ത്രീകൾക്കും ദളിതർക്കും ഈ പണം അനുവദിക്കുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ അവിടെ മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസെന്റീവ് ആയിട്ടുള്ളൊരു ട്രെയിൻ കൊടുക്കണമെന്ന് പറയുന്നത് അത് അറിവില്ലായ്മയുടെ ഭാഗമല്ലേ? ഒരിക്കലുമല്ല. നിങ്ങൾ പറയുന്ന അറിവില്ലായ്മ. കാരണം സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഒരു കാര്യം ഇടപെടരുത്. നിങ്ങൾ മീഡിയ, എന്നെ സംബന്ധിച്ചോളം പറഞ്ഞത് മീഡിയയായി ഇത് ഭക്ഷണമാക്കിയത് ശരിക്കും പറഞ്ഞു. അവരുടെ വേദന കൂടി പറയാം. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ ദളിതരെയും വനിതകളെ അപമാനിച്ചു. അദ്ദേഹം എവിടെ അപമാനിച്ചത്?